ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഒരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതേ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ വെച്ചു. പിന്നെ അത് കേക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഒരു യാത്രയുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെപ്പാറ കാണാൻ പോകുന്നുണ്ട് നമ്മളിന്ന്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ പോന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണണ്ടല്ലോ, ഇപ്പോൾ ആ കാണുന്ന വഴിയാണ് നമ്മൾ വാഴാനി ഡാമിലേക്ക് പോണ വഴിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് ചെപ്പാറ വഴി കയറി കേട്ടോ. ഇപ്പോൾ ഈ പോണ വഴിയുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള വഴികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ നല്ല അത്യാവശ്യം കാടും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ ഒരു പാറക്കുളം കാണാം കേട്ടോ. നമ്മളവിടെ നിന്നിട്ട് പാറക്കുളം കാണാനായിട്ട് നിന്നുണ്ട്. ഞാൻ പിന്നെ വല്ലാണ്ട് അടുത്തേക്ക് പോയില്ല, എനിക്കിത്തിരി പേടിയായത് കാരണം ഞാനവിടെ നിന്ന് കണ്ടു. ചെപ്പാറ എത്തനൊക്കെ മുപ്പാട് തന്നെ വട്ടായി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ താഴ്വശത്തുള്ള ഭാഗമാട്ടോ അപ്പം നമ്മൾ കാണാൻ പോണത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ഞാനൊരു വിധത്തിൽ പൊത്തിപ്പിടിച്ച് അതിൻ്റെ മേലെ നിന്ന് വീഴണാവോ എന്ന് വിചാരിച്ച് ഒരു വിധത്തിൽ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടാവും. അങ്ങനെ ഇറങ്ങി ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് നടന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ പോണ വഴിയിൽ തന്നെയാണ് നേരത്തെ നമ്മളൊരു പാറക്കുളം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മളിതേ അത് കുറച്ച് നേരം അവിടെയും കണ്ടു നിന്നിട്ടതേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് നടക്കാട്ടോ. ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ നമ്മൾ നടന്നു പോണത്. അങ്ങനെ ദേ ഇവിടുന്നേ കാണാട്ടോ നമുക്ക് വെള്ളച്ചാട്ടം. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരാനായിട്ട് ഒരു അരമണിക്കൂർ തികച്ചും വേണ്ട കേട്ടോ, അത്ര സമയമുള്ളൂ. തൃശ്ശൂർ ടൗണിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 22-23 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഏകദേശം അത്രയുണ്ട്. പിന്നെ നമ്മളതേ അതിൻ്റെ തൊട്ടടുത്തേക്ക് പോയിട്ടോ. വല്ലാണ്ട് അടുത്തേക്ക് പോയി നിന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാകെ നനയണ കാരണം നമ്മൾ കുറച്ച് അടുത്തായിട്ട് നിന്നിട്ട് കണ്ടു. പിന്നെ അതേ അതിൽ നിറച്ച് കുഞ്ഞു മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതവിടെ നിന്ന് ഒഴുകി വന്നിട്ടുണ്ടല്ലോ, നേരത്തെ കാണിച്ച പാറക്കുളം ഉണ്ടല്ലോ, അവിടെ കേട്ടോ ചെന്ന് അവസാനിക്കണത്. പിന്നെ നമ്മളതൊക്കെ കണ്ടിട്ടതേ മേലേക്ക് കയറി വന്നു കേട്ടോ. ഇതിൻ്റെ മേൽവശത്തും ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെയുണ്ട്. അവിടെ നിന്നാണിത് ഒഴുകി നമ്മൾ നേരത്തെ താഴെ കണ്ട ഭാഗത്തേക്ക് എത്തണത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, അവിടെ നിന്ന് കാണിച്ചു തരാം. ആദ്യ സമയങ്ങളിൽ നമ്മൾ വരുമ്പോണ്ടല്ലോ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ മാത്രം അല്ലെങ്കിൽ ഒരു ഫാമിലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോണ്ടോ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളതേ കണ്ട നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതാട്ടോ നമ്മൾ താഴത്തുനിന്ന് വീഡിയോ എടുത്ത ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം. ഇനി നമ്മൾ കേട്ടോ ആ അറ്റത്ത് കാണുന്ന ഭാഗത്തേക്കും കൂടി പോകുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അത് ഈ വലിച്ച് ചെറിയ അരുവി പോലെ, അധികം ആഴമൊന്നുമില്ല, നമുക്ക് ഇറങ്ങി അവിടെ ഇരിക്കാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല ഭംഗിയും. ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ പറയണ്ട, നല്ല രസമായിരുന്നു. പിന്നെ മഴയും ഉണ്ടായിരുന്നില്ല. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ സ്പീഡൊക്കെ ഇത്തിരി കൂടിയേനെ. ഒക്കെ കണ്ടിട്ട് നമ്മളിതേ ഇനി ചെപ്പാറ കാണാനായിട്ടോ പോണത്. അവിടെ നിന്ന് ചെപ്പാറയിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം തന്നെയുള്ളൂ. അപ്പം നമ്മളിതേ ചെപ്പാറ എത്തിയിട്ടോ. അതേ ഇവിടെ നിന്ന് തന്നെ കാണാം നിങ്ങൾക്ക്. തുടക്കം തന്നെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ പാറയാട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അത്യാവശ്യത്തിന് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാം, ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള കടകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിത് ഇവിടെ വന്നപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇതേ മേലക്കൂടെയൊക്കെ ആളുകൾ പോകുന്നതും വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളിതേ ഇവിടേക്ക് എത്തിയിട്ടോ. എന്നിട്ട് ഇതേ വണ്ടിയൊക്കെ ഒരു ഭാഗത്ത് വെച്ച് നമ്മളിങ്ങനെ അതിൻ്റെ മേലേക്ക് കയറാൻ പോകട്ടോ. മേലേക്ക് കയറുമ്പോണ്ടല്ലോ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നല്ല ഉറപ്പുള്ള കൈവരിയും ഒക്കെ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കയറി മേലേക്കെത്തി. മേലെ നിന്നാണെങ്കിൽ അടിപൊളി കേട്ടോ നമുക്ക് കാണാനായിട്ട്. നമ്മളിതിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം കേട്ടോ ഇപ്പോൾ പോണത്. നമുക്ക് രണ്ട് സൈഡിലേക്കും ഒരേപോലെ നീളത്തിലും വീതിയിലും കേട്ടോ പാറൊക്കെ എടുക്കണേ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോണ സൈഡുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും അറ്റത്ത് നല്ല ഭംഗിയുള്ള ചെറിയൊരു കുളം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം അവിടെ നിന്നത് കണ്ടു നിന്നു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഈ പാറയിലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ബെഞ്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉച്ച തിന്നിട്ടുള്ള സമയത്താണ് നല്ല തിരക്ക് കാണാറ്. പിന്നെ നമ്മളതൊക്കെ കണ്ടതേ പോകുന്നു കേട്ടോ വീട്ടിലേക്ക്. വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പണിയുണ്ട്. നമ്മൾ കാലത്തത്തെ കേക്കിൻ്റെ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി പണികൾ ചെയ്യാനായിട്ട് ഞാൻ നിന്നു കേട്ടോ. ഈ കേക്ക് അനിയത്തിയുടെ അവിടേക്കുള്ളതാട്ടോ. മോൻ്റെ ബർത്ത്ഡേ കാരണം ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നമ്മൾ പൈനാപ്പിളിൻ്റെ കേക്കാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളതേ
കേക്കിൽ ചെറിയൊരു ഡിസൈനൊക്കെയാണ് നമ്മൾ ചെയ്യണത് കേട്ടെന്ന്. ഒരുപാട് വർക്കുകളൊന്നും ചെയ്യണില്ല. പിന്നെ അതിലേക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഫൗണ്ടനിൻ്റെ ചെറിയൊരു പാവക്കുട്ടീനെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് കേക്കും കൊണ്ട് നമ്മൾ അനിയത്തിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അനിയത്തി ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നിട്ട് കേക്കും മിഠായിയും എല്ലാതും മേശയിൽ സെറ്റാക്കി വെച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഉണ്ട് ഒരാൾ അതിൽ നിന്ന് ഒരു മിഠായിയും കൊണ്ട് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ മണ്ടയിൽ മിഠായി തിന്നാനായിട്ട്. ആളുടെയാണ് ബർത്ത്ഡേ കേട്ടോ. ആൾ LKGയിലാണ്. ഭരത് എന്നാട്ടോ പേര്. അപ്പം ഞങ്ങളിത് ഇത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലോ കത്തിക്കായിരുന്നു അടി. അങ്ങനെ എൻ്റെ താഴെയുള്ള ആളും പിന്നെ അനിയത്തിയുടെ മൂത്താളും അങ്ങനെ എല്ലാവരും 3 പേരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ അനിയത്തി അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് മോന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കേക്ക് മധുരം കൊടുക്കുന്നുണ്ട് മോന്. അപ്പോൾ അവനിങ്ങനെ കേക്കൊക്കെ തിന്ന് ആസ്വദിച്ച് നിൽക്കാം കേട്ടോ. കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ആദ്യം മക്കൾക്കാണ് കൊടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ.